ഈ വില്ലന്മാരുടെ റിയൽ പേരോ അല്ലെങ്കിൽ ക്യാരക്ടർ നെയിമോ നിങ്ങൾ ഒരു കാരണവശാലും കമൻറ്റ് ചെയ്യരുത്. മന്ത്രി ഭദ്രന്റെ മകൻ അതുൽ ഭദ്രൻ ഇന്നലെ രാത്രി 12 മണിക്ക് തലഛേദിക്കപ്പെട്ട നിലയിൽ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചു കൊള്ളുന്നു. ഇതിന് പിന്നിൽ മാഫിയ ലീഡർ വിയാൻ കശ്യപ് ആണെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഓ ഷിറ്റ്. എന്താ വെച്ചോട്ടാ? കുറച്ച് മാഫിയ മാറ്റേഴ്സ്. ഞാൻ ഫ്രഷ് ആയിട്ട് ഓഫീസിൽ പോയിട്ട് വരാട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുന്നില്ലേ? ഇല്ല, അവിടെ നിന്ന് കഴിക്കാം. എന്നാ വിച്ചേട്ടൻ ഫ്രഷ് ആവും, ഞാൻ ഡ്രസ്സ് എടുത്തേക്കാം. ഓക്കെ. ആദി, ബൈ. ഐ ലവ് യു. ലവ് യു മോൾ. അപ്പ, എന്താണ് ഇതൊക്കെ? ഞാനല്ലപ്പ. ദെൻ ഫൈൻഡ് ദ കില്ലർ ആസ് സൂൺ ആസ് പോസിബിൾ. പോലീസ് ഈ പട്ടി ചവിട്ടാൻ പാടില്ല, അറിയാലോ. ഡീൽസ് നടക്കുന്ന ടൈമാണ്. അപ്പ, ഐ വിൽ മാനേജ് ഇറ്റ്. ഓക്കെ ദെൻ. ദേവക്കാറായിട്ട് അടിയിലുണ്ട്, ചെല്ല്. പിന്നെ അപ്പ, മോനെ, വിഷ് മീ ലക്ക്. ഓൾ ദ ബെസ്റ്റ് പടി. വിൻ ചെയ്തിട്ട് വാ. അപ്പോൾ ബൈ. ദേവേട്ടാ, വണ്ടി എടുക്ക്. ഫസ്റ്റ് ജുവാനെ കാണാം. ഓക്കെ. അല്ല അളിയ, എന്താണിതൊക്കെ? എനിക്കറിയില്ല അളിയ. ആരോ എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, ഇത് കണ്ടോ, ഞങ്ങൾക്ക് കിട്ടിയ ഫൂട്ടേജാണിത്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന 10ഓളം പേരും ആ ഷോപ്പിൽ നടന്ന വിയാൻ്റെയും അതുലിൻ്റെയും ഇടി ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി വിയാൻ പറയുന്നുമുണ്ട്, എൻ്റെ ഭാര്യത്തൊട്ട് കൊന്നുകളയുമെന്ന്. ഉണ്ട്, ഞാനത് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനവനെ കൊന്നില്ല. വേണമെങ്കിൽ അത്രയും ആളുകളുടെ മുമ്പിലിട്ടും എനിക്കവനെ കൊല്ലാമായിരുന്നു. അവിടെയുള്ള ഒരാൾ പോലും തെളിവ് പറയാത്തക്ക വണ്ണം എനിക്കവരെ വായ മൂടി കെട്ടാമായിരുന്നു. ബിക്കോസ് ഐ എം എ മാഫിയ ലീഡർ ആൻഡ് ബാക്കിൽ നിന്ന് കുത്തുന്ന പരിപാടി എനിക്കില്ല. ഇത് വേറെ ആരോ ആണ്. അത് ഒരു പക്ഷേ ആദ്യയുടെ മുറിച്ചെറുക്കനാണെങ്കിലോ? വാട്ട് യു മീൻ ജുവാന? നീ കളി ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവൻ്റെ ആഗ്രഹം നിന്നെ ആദ്യയിൽ നിന്നും അകറ്റുക, പിന്നെ ആദ്യയെ സ്വന്തമാക്കുക. അതുൽ ആദ്യയെ തൊട്ടതുകൊണ്ട് അയാൾ അതുലിനെ കൊന്നു. ആ കേസ് നിന്റെ തലയിലിട്ടു. അതെ, അത് ശരിയാവാൻ നല്ല ചാൻസ് ഉണ്ട്. ആ CCTV ക്ലിപ്പ് ഒന്നുകൂടി നോക്ക്. അതിൽ അയാൾ ഉണ്ടോ എന്ന് നോക്കുന്ന ഗുൽ. ഓക്കെ ദേവേട്ടാ. ഓ മൈ ഗോഡ്, ലുക്ക്, ഹീസ് ദേർ. മടുത്ത്. ഇന്നത്തോടെ എല്ലാം തീരണം. അവൻ്റെ മരണം അത് ഇന്ന് എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. എങ്കിൽ വാ, ഇറങ്ങാം. പിന്നെ ആദ്യം കൂടി കൂട്ടണം. ആദ്യം എന്തിനാണ്? ഇത്രയും കാലത്തിനിടയ്ക്ക് അവൾ എന്നോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. വിച്ചുവേട്ടാ. പറ കിട്ടിയോളെ. അതല്ല, അന്ന് നന്ദുവേട്ടൻ വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നോ ഇതിനൊക്കെ പിന്നിൽ എൻ്റെ മുറച്ചേർക്കനാണെന്ന്? പറഞ്ഞിരുന്നു. എന്തേ? അതാരാണെന്ന് വിച്ചുവേട്ടൻ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എനിക്കൊന്ന് കാട്ടിത്തരോ? അതെന്തിനാ? അതല്ല, ഒരു തെറ്റും ചെയ്യാത്ത നന്ദുവേട്ടനായാലും വിച്ചുവേട്ടനായാലും കുറെ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരാൾ കാരണം. അയാൾ എനിക്കൊന്ന് കാണണം. 2 പറയാനും ഉണ്ടെന്ന് കൂട്ടിക്കോ. അപ്പൻ്റെ പെണ്ണിന് എലി മാത്രമല്ല പുലി ആവാൻ പറ്റും. പിന്നെ ആവാൻ പറ്റും. ആദി പറഞ്ഞതിലും കാര്യമുണ്ട്. അതെ, ഇനി എന്താ പ്ലാൻ? ഇത്ര ദിവസം നമ്മൾ പ്ലാൻ ഇട്ടതല്ലേ, ഇനി അതിനൊരു അന്ത്യം ഉണ്ടാക്കാം. കുറെ നാളായില്ലേ
ഈ ടെൻഷൻ തലവെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഇനി എല്ലാം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കണം. അപ്പോൾ വരട മക്കളെ, കളത്തിലിറങ്ങാം. ബോസ്, നിങ്ങളൊക്കെ ഇപ്പൊ എന്താ ഇവിടെ? ഞങ്ങള് ഇപ്പൊ എന്താ ഇവിടെ എന്ന് നിനക്കറിയില്ല? അല്ല, സാധാരണ നിങ്ങൾ വരുമ്പോ എന്നെ വിളിച്ച് അറിയിക്കുന്നതാണ്. ഇത് അറിയിക്കാണ്ട് വരേണ്ട ഒരു കാര്യം ഇതുകൊണ്ടാണ് ബോസ്. യെസ് ഇറ്റ് ഈസ്. ഇവിടെ ഉണ്ടോ? വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് വന്നു എന്ന് പറ. ഓക്കെ ബോസ്. ആ മക്കളോ, എന്താ അറിയിക്കാണ്ട് വന്നേ? എന്തെങ്കിലും പ്രശ്നം? അത് പിന്നത്തെ സുനിച്ചായ, എൻ്റെ ഭാര്യയ്ക്ക് ഒരാളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആളെ കാട്ടാൻ വേണ്ടി വന്നതാ. ആരെ? അവളുടെ ഒരു മുറച്ചെറുക്കനെ. അതിപ്പോ ഞാനൊഴിച്ച് ഇവിടെ ആരോളുടെ മുറച്ചെറുക്കനില്ലല്ലോ. ഓ ഇല്ലല്ലേ, അപ്പൊ നിങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ എന്താണ് നിങ്ങൾ എന്താ സംസാരിച്ചു വരുന്നേ? ഞാൻ സംസാരിച്ചു വരുന്നതേ, ഇപ്പോൾ എനിക്ക് വേണ്ടി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ ആരെ കൊന്നു അങ്ങനെയൊക്കെ. ആ മന്ത്രി ഭദ്രൻ്റെ മോനിൻ്റെ അതുൽ ഭദ്രൻ. ആ അത് ഞാൻ അറിഞ്ഞു, ഞാൻ ചോദിക്കാൻ വരായിരുന്നു. പക്ഷേ കൊന്ന ആളെൻ്റെ മുമ്പിലുണ്ട്. ആൾക്കെന്തോ പറയാനൊരു മടി. ആര്? എത്ര കള്ളങ്ങളല്ലേ ഒരു നിമിഷം കൊണ്ട് പറഞ്ഞു തീർക്കുന്നേ. അത് എന്താ തെസ്ഫിലിച്ചായ, നിങ്ങൾക്കൊന്നും ഞങ്ങളോട് പറയാനില്ലേ? ഒരു തിരുത്തുണ്ട് മോനെ, തെസ്ഫിനല്ല, കിഷോർ, അഥവാ നമ്മുടെ ആദിയുടെ കണ്ണേട്ടൻ. അപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവാണ് അല്ലേ? അതെ, നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിരിക്കും. പക്ഷേ നിങ്ങൾ എപ്പോഴാ ഇതെപ്പോഴൊരു സൈക്കോ ആയത്? എടോ, നിങ്ങളെൻ്റെ അപ്പൻ എന്തോരം വിശ്വസിച്ചു. നിങ്ങൾക്ക് ജോലി പോലും തന്ന് നിങ്ങൾ ഈ സ്ഥാനത്ത് നിർത്തിയത് പോലെ എൻ്റെ അപ്പനല്ലേ? അത് അയാൾ എന്നോട് കാട്ടിയ നന്ദി. അയാളുടെ ജീവൻ ഞാൻ രക്ഷിച്ചതുകൊണ്ട്. കാര്യം ശരിയാണ്, താൻ ഞങ്ങളുടെ അപ്പനെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര ക്രൂരനായിരുന്നില്ല ആ തെസ്ഫിൻ. തെസ്ഫിൻ ഇവിടുത്തെ പട്ടിയല്ലേ, കിഷോർ അങ്ങനെയല്ലല്ലോ. കണ്ടോ ആദി നിന്റെ കണ്ണേട്ടന്റെ തനി രൂപം? ആദി, കണ്ണേയൻ കണ്ണഴകേ കണ്ണീരും പോതുമടി പൊന്നേടി. കണ്ണേട്ട, നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ സാധിച്ചു? ഞാൻ എന്തോരം സ്നേഹിച്ചതാ നിങ്ങളെ. സ്വന്തം ഏട്ടനെ പോലെ കണ്ടിട്ടും നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്യുന്നു വിചാരിച്ചില്ല. ആദി ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് എന്നെ വേണമായിരുന്നു. അതിനുവേണ്ടി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരുപാട് പേരെ വേദനിപ്പിച്ചു. നിങ്ങളന്ന് ഇത് കേട്ടോ? ഞാൻ ദാ അവൻ്റേത് മാത്രമാണ്, എൻ്റെ വിച്ചുവേട്ടൻ്റെ പെണ്ണ്. എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും എല്ലാം ആ മനുഷ്യന് മാത്രമുള്ളതാ. നിങ്ങളെപ്പോലുള്ള ഒരുത്തനെ ഇനി എൻ്റെ ജീവിതത്തിൽ കണ്ടുപോകരുത്. ആദി നിക്ക്, എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. നീ കേൾക്കണം. 10-15 വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങൾ ഇന്നേ വരെ നീ കേട്ടിട്ടില്ല, കേൾക്കാൻ നീ ആഗ്രഹിച്ചിട്ടില്ല. എന്താ ഞാൻ കേൾക്കേണ്ടത്? അന്ന് എന്നോട് ഇതൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. നീ എനിക്ക് സ്വന്തം പെങ്ങളാന്ന് കൂടെ നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ശരിയാണ്, അന്ന് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ നിന്റെ കെയർ, നിന്റെ സ്നേഹം, നീ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ എങ്ങനെ കണ്ണടച്ച് നിൽക്കാം?
എനിക്ക് നീയില്ലാതെ പറ്റത്തില്ലായിരുന്നു ആദി. അതുകൊണ്ട് നിന്നെ സ്വന്തമാക്കും പല പല കാര്യങ്ങളും ഞാൻ ചെയ്തു. നിന്റെ അപ്പൻ എന്നോട് ദേഷ്യമായിരുന്നു. അതുകൊണ്ടാണ് കാണാതെ നിന്റെ അടുത്തേക്ക് മാത്രമായിട്ട് വന്നു തുടങ്ങിയത്. പിന്നെയല്ലേ അറിഞ്ഞത് നിനക്ക് ഒരുപാട് കല്യാണാലോചനകൾ വന്നു. എല്ലാം ഞാൻ മുടക്കി, ഓരോരുത്തരുമാരെയും തലർത്ത് കൊന്നുകൊണ്ട്. കണ്ണേട്ടാ, അപ്പോ എനിക്ക് വന്ന ആലോചനകളൊക്കെ ഉടക്കിയത് നിങ്ങളായിരുന്നോ? അതെ, കാരണം എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോടി. നിങ്ങളൊരു സൈക്കോ ആണോ? അതെ, നിനക്ക് വേണ്ടി. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് ആ വിവാഹം. അതുകൊണ്ട് കല്യാണ ദിവസം തന്നെ ഞാൻ അവനെ പൊക്കി. ഈ നകുലിനെ. ആ കല്യാണം നടക്കില്ലെന്നാ കരുതിയത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കയറി നീ വന്നു. തിന്ന ചോറിന് നന്ദി കാട്ടുന്നവനായതുകൊണ്ട് ആ ദിവസം തന്നെ കൊന്നില്ല. ദിവസങ്ങൾ എണ്ണിയിരുന്നു. ഓരോ ദിവസം നിന്നെ കൊല്ലാനുള്ള പ്ലാൻ ഞാനും വേറൊരുത്തനും കൂടി ഇട്ട് തുടങ്ങിയിരുന്നു. പക്ഷെ അവിടെയും പിഴച്ചു. നീ അവളെ ശരീരം കൊണ്ട് സ്വന്തമാക്കി. അങ്ങനെ തമ്പുരാനായിട്ട് എനിക്ക് കൊണ്ടുവന്നൊരു വഴിയായിരുന്നു ആ അതുൽ ഭദ്രൻ. പക്ഷേ ബാക്കി ഞാൻ പറയാം. പക്ഷേ അതൊന്നും നടന്നില്ല. കാരണം നീ നിന്നെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുന്നതിനേക്കാൾ മുമ്പ് നിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. നീ വെറും മാഫിയ അസിസ്റ്റന്റ് മാത്രമാണ്. ഞങ്ങൾ ആരാന്നറിയോ? കശ്യപ് ബ്രദേഴ്സ്. സോ ഞങ്ങൾ കശ്യപ് ബ്രദേഴ്സായ സൈക്കോ ആണെന്നറിയാലോ. മാക്സ്, ആദ്യം കൊണ്ട് പുറത്തേക്ക് വെക്കോളൂ. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അവൾ കാണണ്ട. അതെൻ്റെ കുഞ്ഞിനെ ബാധിക്കും. ഓക്കെ ബോസ്. വെച്ചേട്ടാ, ഒരു കടം കൂടി ബാക്കിയുണ്ട്. കൊടുത്തോളൂ. റെസ്റ്റ് ഇൻ പീസ്. ഞാൻ സ്നേഹിച്ച എൻ്റെ പെണ്ണിൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും കൂടി എന്നെ കുറ്റക്കാരനായി നിർത്തിയല്ലേ? അവളെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ സ്വന്തമാക്കും. അതിനിപ്പോൾ ഇത്രയും പേരെ കൊന്നാനും കുഴപ്പമില്ല. ഗാഡ്സ് കിൽ ദം ഓൾ. അണ്ണാ, ഓ തമ്പി, ഇനി പാക്ക പോறது കശ്യപ് ബ്രദേഴ്സിൻ്റെ ആട്ടത്തെ. അപ്പോൾ ഞാൻ വേണ്ടേ? എനിക്കൊരു പഴയ കടം ബാക്കിയുണ്ട്. എൻ്റെ കല്യാണത്തിന് അവനെൻ്റെ മുഖം മൂടിയിട്ട് കണക്കിന് തന്നതാ. അതുകൊണ്ട് ബാക്കി ഞാൻ തിരിച്ചു കൊടുത്തില്ലെങ്കിലേ അത് നന്നാവും. നീയും കൂടിക്കോളിയാ. ഇനി ഈ ശവം കത്തിച്ചു കളഞ്ഞേക്ക് ഗാഡ്സ്. ഭൂമിയിൽ എങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പോലും അറിയാത്തവണ്ണം എല്ലാ തെളിവുകളും നശിപ്പിക്കണം. എന്തിന്? കത്തിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന എല്ല് പോലും നശിപ്പിക്കണം. ഓക്കെ ബോസ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ഇതിനൊക്കെ പിന്നിൽ തെസ്വിനായിരുന്നു എന്ന്? അതെ അപ്പ. അവനെങ്ങനെ എന്നോട് ഇതൊക്കെ ചെയ്യാൻ തോന്നി? ഒന്നില്ലെങ്കിൽ ഞാൻ അവനെ വിശ്വസിച്ച് കൂടെ നിർത്തിയതല്ലേ? അപ്പ സങ്കടപ്പെടണ്ട. അപ്പനറിയാലോ, എത്രയൊക്കെ നമ്മൾ വിശ്വസിച്ച് കൂടെ നിർത്തിയാലും
ആരായാലും ചതിക്കും. അത് പണത്തിൻ്റെ മുമ്പിലായാലും പെണ്ണിൻ്റെ മുമ്പിലായാലും. അറിയാം, പക്ഷേ തെസ്മിൻ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. നിങ്ങളെപ്പോലെ എനിക്കും അവരൊരു മകൻ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും അപ്പാ ഞങ്ങളുടെ ഏട്ടനെ പോലെയല്ലേ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടത്. പക്ഷേ ഞങ്ങളുടെ ഈ കൈ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഏട്ടനെ കൊല്ലേണ്ടി വന്നു. ഒരുപക്ഷെ അതാവും നല്ലത്. അവൻ ജീവനോടെ ഇരുന്ന അതെൻ്റെ കുടുംബത്തിന് നല്ലതായിരിക്കില്ല. ഹലോ. ആ ആ ആ ഓക്കെ ഓക്കെ നകുൽ. എന്താ ദേവേട്ടാ? നകുലാണ് വിളിച്ചത്. അവിടുന്ന് പോലീസ് പുറപ്പെട്ടിട്ടുണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. ആ, ഇവൻ അറസ്റ്റ് ചെയ്തു ഉടൻ തന്നെ ജാമ്യത്തിലെടുക്കാൻ ഒരു വക്കീലിനെ നീ ഏർപ്പാടാക്ക് ദേവ. അപ്പം ജാമ്യത്തിലെടുക്കുന്ന കാര്യം നടക്കണ കേസല്ലെന്നാണ് നകുല് പറഞ്ഞത്. അത് മന്ത്രിയുടെ മോനായതുകൊണ്ട് മാത്രമല്ല, ഒരു വക്കീലുമാരും നമ്മുടെ കേസ് എടുക്കില്ലെന്നാണ് നകുല് പറഞ്ഞത്. കാരണം ഇത് മന്ത്രിയുടെ പിന്നിൽ കളിക്കുന്നതാ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയപ്പെടും ഈ കേസ് എടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ വിശ്വസിച്ച് ആരെയാണ് നമ്മൾ ഇതിനെ ഏൽപ്പിക്കുക? നമുക്ക് ആരവേട്ടനെ വിളിച്ചാലോ? പുള്ളി വക്കീലല്ലേ? വക്കീലൊക്കെയാണ്, പക്ഷെ നമ്മുടെ കേസ് ഏറ്റെടുക്കുമെന്ന് എനിക്കൊരു സംശയം. ഏയ്, ആരവേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല. എന്നാ പിന്നെ നീ അവനെ വിളിക്കേ. ആ അപ്പാ. ഹലോ. ആ ഹലോ ആരവേട്ട, ഇത് ഞാൻ അവിയാൻ. അത് മനസ്സിലായി വെച്ചു. നീ പറ മോനെ. അത് പിന്നെ ഏട്ടാ, ഏട്ടൻ ഫ്രീ ആണോ ഇപ്പോൾ? ആ, ഞാനിപ്പോൾ ഒരു കേസ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. നീ പറഞ്ഞോ. അത് പിന്നെ അത് എന്താണ് വളച്ചു കേട്ടത്? നീ കാര്യം പറ. അത് പിന്നെ ആരവേട്ട, ഒരു പ്രശ്നമുണ്ട്. മന്ത്രി ഭദ്രൻ്റെ. ആ, അതെനിക്ക് മനസ്സിലായി. ഈ കേസ് ഞാൻ ഏറ്റെടുത്തോണ്ട്. താങ്ക് യു ആരവേട്ട. നമുക്കിടയിൽ ഇതൊക്കെ വേണോ? നമ്മളിപ്പോൾ കുടുംബക്കാർ കൂടെയാണ്. അതെ. ആ പിന്നെ എന്തായാലും നിന്നെ ഇന്ന് അവർ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത്? ആ കോൾ സ്പീക്കറിലിടൂ. ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ ഏട്ടാ. ആ ഇട്ടു. പറഞ്ഞോളൂ. ഫസ്റ്റ് ചെയ്യേണ്ടത് വീട്ടിലെ ക്യാമറ ഫുട്ടേജ് ഇന്നലെ കൃത്യം 11 മണിക്കും വെളുപ്പിന് 1 മണി വരെ ഉള്ളത് വേണം. രണ്ടാമത് അവിടുത്തെ റോഡിലെ ക്യാമറ ഫുട്ടേജ്. ദെൻ അത്യാവശ്യം സാക്ഷികൾ വേണം. ആരും നിങ്ങളെ അറിയുന്നവരാവരുത്. പിന്നെ അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? പിന്നെ നാളെ കോട്ടി വെച്ച് കാണാൻ വെച്ചു. ഓക്കെ ഏട്ടാ, ബൈ. ഹലോ, എന്ത് വേണം? നീയല്ലേ ആരവ് ഗൗതം? അതെ. ഞങ്ങൾ മന്ത്രി ഭദ്രന്റെ ആളുകളാണ്. അതിന് ഞാൻ എന്ത് വേണം? എന്ത് വേണമെന്ന് നിനക്കറിയില്ലേ? കേസിൽ നിന്നും പിന്മാറണം. സോറി, ഐ കാൻറ്റ്. ഡാ, നാളെ വാദിക്കാൻ ഈ ശരീരത്തിൽ ജീവൻ വേണമെങ്കിൽ മതി. ഇപ്പോൾ നിനക്ക് ഒഴിഞ്ഞു മാറണമെങ്കിൽ മാറാം. ഇന്നാ 5 ലക്ഷമുണ്ട്. നീയൊക്കെ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചത്? പണം കണ്ടാൽ അല്ലെങ്കിൽ ആൾബലം കണ്ടാൽ പേടിച്ച് ഒളിച്ചിരിക്കുമെന്നോ? എന്നാൽ നീയൊക്കെ കണ്ടുവന്ന സാധാരണ വക്കീലല്ല ഞാൻ. ഇറ്റ്സ് മീ, ആരവ് ഗൗതം. പണി പാലും വെള്ളത്തിൽ തരും. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് അറസ്റ്റ് ചെയ്യിപ്പിക്കാം. മര്യാദയ്ക്കാണേ മര്യാദയ്ക്ക്, അല്ലേ നീയൊക്കെ മുലപ്പാൽ തുപ്പും. അതെ, ഈ കേസിൽ നിന്ന് പിന്മാറാൻ ഭദ്രന്റെ ആൾക്കാർ ആരവേട്ടനെ വാൺ ചെയ്യാൻ പോയിന്ന്. ഓ, അപ്പോൾ അവർ രണ്ടും കൽപ്പിച്ചാണ്. മാക്സ്, ഗീവ് പ്രൊട്ടക്ഷൻ ടു ഹിസ് ഫാമിലി. ഒരു 5 പേരെ കൊണ്ടുപോയിക്കോളൂ. ഓക്കെ ബോസ്. മക്കളെ, പോലീസ് വന്നു. ഇച്ചുവേട്ടാ, അയ്യേ, എൻ്റെ ഭാര്യ കരയുന്നു. മോശം. ഒരു മാഫിയ ലീഡറിൻ്റെ ഭാര്യ സ്ട്രോങ് ആയിട്ട് വേണം നിൽക്കാൻ. എന്നാലും ജയിലെന്നൊക്കെ പറയുമ്പോൾ ആദിപ്പെണ്ണേ, ഈ കശ്യപ് ഫാമിലി ജയിൽ പോലീസ് സ്റ്റേഷൻ കാണുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി? കൂടി വന്നാൽ ഒരു 2 ദിവസം. അതിനുള്ളിൽ പുഷ്പം പോലെ ഞങ്ങൾ ഇറങ്ങി വരും. എൻ്റെ പെണ്ണ്, പേടിക്കണ്ട. ആ കേസ് നാളെ കഴിയും. അത് കഴിഞ്ഞ് നമുക്കൊരു ട്രിപ്പൊക്കെ പോയിച്ചും വരാം. ടെൻഷൻ അടിക്കല്ലേ, ബേബി ഉള്ളതാണ്. മിസ്റ്റർ വിയാൻ, ലെറ്റ്സ് ഗോ. ഓക്കെ.
മൈ ലോർഡ്, മന്ത്രി ഭദ്രന്റെ മകൻ ഒരു തെറ്റും ചെയ്യാത്ത അതുൽ ഭദ്രൻ വളരെ ക്രൂരമായി ഈ നിൽക്കുന്ന വിയാൻ കശ്യപാണ് കൊന്നതെന്ന് ആ കാട്ടിത്തന്ന ഫൂട്ടേജിൽ കാണാൻ സാധിക്കും. മൈ ലോർഡ്, സെക്ഷൻ 302 പ്രകാരം വിയാനെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശിക്ഷ തന്നെ കൊടുക്കേണ്ടതാണ്. പ്രതിഭാഗത്തിന് ഇനി പറയാം. മൈ ലോർഡ്, ഈ പറയുന്ന ഭദ്രൻ എന്ത് ചെയ്തിട്ടാണ് അന്ന് ആ ഷോപ്പിൽ അഴിയുണ്ടാക്കിയതെന്ന് ഇവിടെ പറഞ്ഞില്ല. അതുകൊണ്ട് അത് പറയുന്നതിന് അനുവദിക്കണം. യെസ്, യു മേ പ്രൊസീഡ്. ഇവരാണ് അന്ന് ആ ഷോപ്പിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ്സ്. എന്തായിരുന്നു മരിച്ച അതിലും വിയാനും അടിയാകാൻ കാരണം? അത് പിന്നെ വിയാൻ സാറിൻ്റെ വൈഫ് ആദ്യ മാഡം ഗ്രീൻ റൂമിൽ ഡ്രസ്സ് മാറാൻ കയറിയപ്പോൾ ആ അതുൽ സാറ് അവരെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാൻ ശ്രമിച്ചു. കേട്ടില്ലേ മൈ ലോർഡ്, ഈ അതുലിൻ്റെ പേരിൽ ഒരുപാട് സ്ത്രീ കേസ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അന്ന് കൃത്യം നടക്കുമ്പോൾ 7 മണി മുതൽ പിറ്റേന്ന് രാവിലെ 8 മണി വരെ വിയാൻ തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടില്ല എന്നത് തെളിയിക്കുന്ന ഹൗസ് CCTV ഫുട്ടേജ് ആൻഡ് റോഡ് CCTV ഫുട്ടേജ് കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് മൈ ലോർഡ്, ഈ കൃത്യം നടത്തിയത് വിയാനല്ല, മറിച്ച് മാഫിയാസിൽ തന്നെ വർക്ക് ചെയ്യുന്ന തെസ്വിനാണ്. കൃത്യം നടത്തി അയാൾ ഇന്ത്യ വിട്ടു എന്നറിയാനാണ് സാധിച്ചത്. ആയതിനാൽ എൻ്റെ കക്ഷിയെ വെറുതെ വിടണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഇവിടെ വിയാനാണ് കൊന്നതെന്ന് തെളിയിക്കാൻ തക്കതായ ഒന്നും വാദിഭാഗത്തു നിന്ന് കിട്ടിയില്ല. എന്നാൽ വിയാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വിയാനെ വെറുതെ വിടാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു. വിയാൻ, നീയൊന്നോർത്തോ, എൻ്റെ മകനെ കൊന്നത് നീ തന്നെയാണെന്ന് എനിക്കറിയാം. ഈ കേസ് വീണ്ടും ഞാൻ കുത്തിപ്പൊക്കും. നിന്നെ ഞാൻ ലോകം കാട്ടില്ല. തൻ്റെ മകനെ ഞാൻ കൊന്നിട്ടില്ല. പിന്നെ തൻ്റെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവനെപ്പോലുള്ളവൻ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ്. അതുകൊണ്ട് ലെറ്റ് മീ ലീവ്. താൻ ട്രൈ ചെയ്, നമുക്ക് കാണാം. ആ, കാണാം. അല്ല, ഇയാൾ നമുക്കൊരു പണിയാവുമോ? ഏയ്, അഥവാ ഭാവിയിൽ അയാൾ ഒരു പണിയായാൽ എന്തായാലും നമുക്ക് നല്ലതിന് വേണ്ടിയായിരിക്കും. അതെന്താ അങ്ങനെ? ആ, എൻ്റെ മനസ്സങ്ങനെ പറയുന്നത്. ഓക്കെ, എങ്കിൽ വാ പോവാം. ഏട്ടാ, എന്ത്? അടിയിലോട്ട് വാ, ഫാമിലി മൊത്തം അസംബിൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് പ്രശ്നം? ആ, എനിക്കറിയില്ല. എന്നോട് നിന്നെയും ആദ്യം കൊണ്ട് വരാൻ പറഞ്ഞു. ആ ഏട്ടാ, ഏട്ടൻ ചെല്ല്, ഞങ്ങൾ ഫ്രഷ് ആയിട്ടും വരാം. ഓക്കേടാ. എല്ലാരും ഉണ്ടല്ലോ. അതെ, ഞങ്ങള് അപ്പന്മാരും അമ്മമാരും ഒന്ന് കൂടാന്ന് കരുതി. അപ്പോ ഇതിന് പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട്. എന്തായാലും എൻ്റെ അപ്പനാവും ലീഡർ. സംശയമുണ്ടോ? അവൻ തന്നെ. അത് ശരി, എന്താണപ്പ വിളിച്ചു കൂട്ടിയതിന് കാരണം? ആ, അത് പിന്നെ ഞങ്ങൾ കുറേ ആയി പ്ലാൻ ഇട്ട് തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞ് എല്ലാവരും സമാധാനത്തോടെ നിൽക്കുന്നത്. അപ്പോ ഇപ്പൊ പറയാന്ന് കരുതി. വലിച്ചു നീട്ടാതെ അങ്ങോട്ട് പറയടാ. ആ, പറയുവാ. അതായത് നിങ്ങൾ കപ്പിൾസ് എല്ലാവരും കൂടെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ടൊക്കെ വാ. എന്ന് വെച്ചാ നിങ്ങൾ എല്ലാവരും ഒരു 1 വീക്ക് ട്രിപ്പ് പോയച്ചും വരാൻ. എല്ലാവരും എന്ന് പറയുമ്പോൾ വേറെ ആര്? ആരവ്, ദക്ഷ, ആദി, വിച്ചു, ആമി, ദേവൻ, പിന്നെ ചിന്നു, നന്ദു. അതെന്താ പെട്ടെന്ന് ഞങ്ങളെ പറഞ്ഞയക്കുന്നതിന്റെ പിന്നിൽ? അയ്യോ, നിന്റെ ആ പോലീസ് മൈൻഡ് അങ്ങോട്ടേക്ക് മാറ്റി വെക്ക്. എന്നിട്ട് ശ്രദ്ധിക്ക്. 1 മാസം കൂടെ കഴിഞ്ഞാൽ ചിന്നുൻ്റെ കണ്ണൻ്റെ എൻഗേജ്മെൻറ്റാ. അതിനു മുന്നേ നിങ്ങൾ മാത്രമായിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യും മക്കളെ. ഇപ്പം അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ? അത് നല്ലൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അടിച്ചു പൊളിച്ചിട്ട് വരാന്ന്. അതെ, മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ആമി, ഈ ഡിസ്കഷൻ കഴിയുന്നത് വരെ ഷട്ട് അപ്പ്. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ല. അല്ലപ്പാ, കപ്പിൾസിന്റെ എണ്ണം കൂടിയല്ലോ. അതെങ്ങനെ? അതൊന്നും പറയണ്ട. ഇവിടെ ഡിസ്കഷൻ ചെയ്യാൻ വന്ന് ആ മാക്സ് ജുവാനെ വളച്ച് കുപ്പയിലാക്കി. ആഹാ,
അത് കൊള്ളാം. അപ്പോൾ നിങ്ങൾ എവിടേക്കാ പോകുന്നതെന്ന് ഡിസ്കസ് ചെയ്യ്. ഞങ്ങൾ അപ്പന്മാരും ഒരു 1 വീക്ക് ഇവിടെ നിൽക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആൻഡ് നല്ല ബോഡി ഗാർഡ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് കശ്യപിൻ്റെ വീട് സേഫാണ്. അതേ സത്യം. അത് ശരി. അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വരാം. ഗേൾസ്, നിങ്ങൾ ഇവിടെ നിൽക്ക്. എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്ന് ഞങ്ങൾ ബോയ്സ് ഡിസ്കസ് ചെയ്തിട്ട് വരാം. നിങ്ങൾക്കൊരു സർപ്രൈസ്. ആ ഓക്കെ സെറ്റ്. അപ്പോൾ വാ ജെന്റിൽമാൻസ്. ആ വാ. അല്ല, ആരവേട്ടൻ എങ്ങോട്ടാ? ഡിസ്കഷൻ ചെയ്യാൻ. അതൊന്നും വേണ്ട, നിങ്ങൾക്കും സർപ്രൈസ് തന്നെയാണ്. അങ്ങോട്ട് അവരുടെ കൂടെ പോയി ഇരിക്കി. ചെല്ലു. ഓ അത് ശരി, ഓക്കെ. അപ്പൊ പറയലിയൻസ്, എങ്ങോട്ടാണ് പോവാൻ പ്ലാൻ? ഞാനൊരു ഡിസിഷൻ പറയട്ടെ. പറയലിയ. തായ്ലാൻഡ്. പട്ടായ. ഷേ, ഇവൻ അതല്ല, ഓൺലി തായ്ലാൻഡ്. വേണമെങ്കിൽ പട്ടായം ഇറങ്ങാം. അത് നല്ലൊരിതാണ്. കാരണം ഇതാവുമ്പോൾ ആരവേട്ടനും ദക്ഷേട്ടനും പേര് കൂടാതെ എൻജോയ് ചെയ്യാം. സോ അവിടെ തന്നെ സെലക്ട് ചെയ്യാം അല്ലേ? ആ അതെ, അത് മതി. എന്നാൽ വിസ എടുക്കാനുള്ള പരിപാടി ഞാൻ ചെയ്യാം. ആ ഓക്കേടാ. ഹായ് ചേച്ചീസ്, എന്താണ് എന്നോട് വരാൻ പറഞ്ഞത്? എന്തെങ്കിലും പ്ലാൻ? യാ ഒരു പ്ലാൻ ഉണ്ട്. സംഭവേ, നമ്മളുടെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. നമ്മൾ ഈ കപ്പിൾസ് മാത്രം. ഓ കപ്പിൾസ് ഓൺലി? യെസ്. അപ്പോൾ ഇവരെല്ലാവരും പ്ലാൻ ചെയ്തപ്പോൾ മാക്സിനെ നിന്നെയും കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഷോ, എനിക്ക് നാണം വരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് പോകാൻ പോകുന്നത്. ഏയ് കൊച്ചിൻ്റെ നാണം നോക്ക്. നിങ്ങളൊക്കെ എന്നെക്കാളും മുമ്പ് കമ്മിറ്റഡ് ആയവരല്ലേ, അപ്പോൾ ഞാനും കുറച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്തേന്ന്. ചെയ്യ്. എന്നിട്ടിപ്പോൾ എന്താണ് പ്ലാൻ? എങ്ങോട്ടാ പോകുന്നേ? എത്ര ദിവസത്തേക്കാ? എന്തോരം ഡ്രസ്സ് എടുക്കണം? ഷോ, കാം ഡൗൺ ചേച്ചി. ആദ്യം തന്നെ എങ്ങോട്ടാ പോണേന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല. സർപ്രൈസാന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ സാധാരണ കപ്പിൾസ് കൊണ്ടുപോണ പോലെ ഊട്ടി, കുളു, മണാലി ഇതൊക്കെ തന്നെ ആയിരിക്കും. അയ്യേ, ഊട്ടി, കുളു, മണാലിയാ? എനിക്കൊന്നും പോണ്ട, വേറെ എവിടെയെങ്കിലും പോവാ. ഐ കാം ഡൗൺ. അതിന് എവിടെയാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് വെയിറ്റ് ചെയ്യാന്ന്. ആ പറഞ്ഞു തീർന്നില്ല, അതാ വരുന്നു. ഗൈസ്, അപ്പോൾ എല്ലാവരും ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോളൂ. നമ്മൾ 3 ദിവസം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ സെറ്റ്. ആമി വാ, അച്ഛനമ്മയും പോയി. നിന്നെ കൊണ്ടുവന്നാക്കാൻ എന്നോട് പറഞ്ഞേക്കുന്നേ. വാ, വണ്ടി കയറി. ഡ്രസ്സ് എടുക്കാൻ മറക്കരുത് വരുമ്പോ. ഇല്ല ദേവേട്ട. എന്നാ ഞാൻ പോയി മാക്സിനോട് സംസാരിക്കട്ടെ. ഞാനും ദക്ഷും ഇറങ്ങാണേ. ആ ഏട്ടന്മാരെ പോയിട്ട് വാ. എന്നാ പിന്നെ ഞങ്ങളും പോട്ടെ. നമുക്ക് വാ. ആ പിച്ചേട്ടാ, എങ്ങോട്ട് പോകണേന്ന് അറിയാനല്ലേ? ഇപ്പൊ പറയാൻ സൗകര്യമില്ല. മോളെ ഛർദ്ദിക്കാണ്ടിരിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു വെക്ക്. അല്ലെങ്കിൽ വീച്ചുവേട്ടൻ്റെ പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല. ഇപ്പം എപ്പോൾ കണ്ടാലും എൻ്റെ ചീത്ത പറയും. ഞാനാ? എപ്പോ? ഞാൻ നിന്നെ ചീത്ത പറയാറുണ്ടോ? ഉണ്ട്. ഈശ്വരാ, മൂഡ് സെൻസ് കയറി കൊത്തി. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാം. ആദ്യം മോളെ പിച്ചേട്ടന് ഐസ്ക്രീം വാങ്ങിച്ചു തരട്ടെ? വാങ്ങിച്ചു തരോ? വാങ്ങിച്ചു തരാം. അന്ന് വാങ്ങിച്ചിട്ട് വാ. ശരി ട്ടാ. താങ്ക് ഗോഡ്. മക്കളെ, എടുക്കാനുള്ളതൊക്കെ എടുത്തല്ലോ അല്ലേ? ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഒച്ചുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇല്ലപ്പാ, എല്ലാം എടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്കിറങ്ങിയാലോ? അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ? എല്ലാവരും ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. അപ്പൊ ശരി മക്കളെ, ഹാവ് എ സേഫ് ജേർണി. അപ്പൊ ഓക്കെ, ബൈ. ഒന്നോ തായ്ലാൻഡ് നാത്തുമാർ ഓടുവാ. വഴിത്തിളങ്ങുന്നേ, മനമൊരുങ്ങുന്നുണ്ടേ, കൺതുറക്കുന്നേ, ഇനി ആനന്ദമേ, പിന്നോട്ടു പായും ലോകം നാനാനോ, മുന്നോട്ടു വേഗം പോകാം നാനാ. അപ്പോൾ എല്ലാവരും അത്യാവശ്യം എൻജോയ് ചെയ്തല്ലോ.
ഇനി ഞാൻ പറയുന്ന പ്ലാൻ അനുസരിച്ചിരിക്കണം എല്ലാവരും സ്പ്ലിറ്റ് ആവാൻ എന്തിന്? അല്ലാണ്ട് പിന്നെ ഒരുമിച്ചാണോ നമ്മൾ കപ്പിൾസിൻ്റെ കൂടെ കറങ്ങാൻ പോണത്? ഓ അത് വേറൊരു കാര്യമാണല്ലേ. ആ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാലേ, സ്പ്ലിറ്റ് ആവുമ്പോൾ പല കപ്പിൾസും പല സ്ഥലങ്ങളിലേക്ക് പോകണം. അഥവാ വഴി തെറ്റിയാൽ ഗൂഗിൾ മാപ്പ് വെച്ച് ഇതേ പ്ലേസിൽ എത്തുകയും വേണം. ഓക്കെ ഡൺ. അതെ ഞാനില്ല, ആദ്യക്ക് നല്ല ഛർദി ഉണ്ട്. ഞങ്ങളവിടെ റൂമിൽ റെസ്റ്റ് എടുത്തോണ്ട് നിങ്ങൾക്ക് ഇറങ്ങിയിട്ടൊക്കെ വാ, നാളെ ഞങ്ങൾ ഇറങ്ങിക്കോണ്ട്. ആ അത് മതി. അല്ല ചേട്ടാ ഞാൻ നിൽക്കണോ? വേണ്ട വാവേ, നിങ്ങൾ കറങ്ങിയിട്ടൊക്കെ വാ, ഞാൻ ഉണ്ടല്ലോ നോക്കാൻ. ഓക്കെ. ആ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കട്ടാ. വാ ഗൈസ്, ലെറ്റ്സ് ഗോ. എന്താ നിനക്ക് കഴിക്കാൻ വേണ്ടേ? എന്തായാലും മതി, മാക്സ് ഓർഡർ ചെയ്. ആ ഓക്കെ. പിന്നെ എന്താണ്? അത് തനിക്കറിയോന്ന് എനിക്കറിയില്ല. യു ആർ മൈ ഫസ്റ്റ് ലവ്. ശരിക്കും? അതെ. അപ്പോൾ മാക്സ് ഇതുവരെ പ്രണയിച്ചിട്ടില്ല? ഇല്ല. അതെന്താണ്? അത് പിന്നെ ഞാനൊരു ഓർഫനായിരുന്നു. വിച്ചുൻ്റെ ഒപ്പമാണ് ഞാൻ സ്കൂളിൽ പഠിച്ചത്. പിന്നെ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പാർവതിയമ്മ എന്നെ ദത്തെടുത്തത്. വിച്ചുൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാവണം അവരെന്നെ നല്ല രീതിക്ക് തന്നെ നോക്കിയത്. പിന്നെ എന്നെ കുറേ പഠിപ്പിച്ചു. പിന്നെ ജീവിതം ഫുൾ ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് പ്രേമിക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാക്സിന് തൻ്റെ ജീവിതത്തിൽ കിട്ടാത്ത സ്നേഹമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന്. ഏയ് അങ്ങനെയല്ല. സ്നേഹിക്കുന്ന നല്ല കുടുംബത്തിലല്ലായിരുന്നോ ഞാൻ? അത്യാവശ്യം സ്നേഹമൊക്കെ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ ഇനി സങ്കടപ്പെടേണ്ട. ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ ഈ സ്നേഹമെല്ലാം ഇനി എൻ്റെ ഈ ബോയ് ഫ്രണ്ടിനുള്ളതാണ്. To our girl, 5 billion and 40 naughty shorty. Baby girl, I'm a girl, Thunderball say, well, woman, the way this time, cool, I wanna be keeping you warm. I got the എന്റെ മോനെ കുറച്ച് കുടിക്ക് ചത്തുപോകും നീ. മൈ ഡിയർ ബോയ് ഫ്രണ്ട്, നീ എന്ത് ലുക്കാടാ. ഓ ഗോഡ്, യു ആർ ഡ്രങ്ക് നൗ. ഞാനോ? നോ, നെവർ. മതിട്ടോ ദക്ഷ്, വന്നേ പോവാം. നോ വെയിറ്റ്. മിസ്റ്റർ ആരവ് ഗൗതം, എൻ്റെ അടച്ചുവെച്ച ഹൃദയത്തിൽ താക്കോല് തപ്പി കണ്ടുപിടിച്ച് അത് തുറന്ന് അതിലൊളിച്ച് താമസിക്കുന്ന മൈ ലവ്, ഇന്ന് ഈ ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഞാനാണ്. നിന്നെ കണ്ടതും നിന്നെ അടുത്തതും എല്ലാം ഒരു സ്വപ്നം പോലെ. ഈശ്വര, കഴിഞ്ഞോ? ഇല്ല. സോ മൈ ഡിയർ ബോയ് ഫ്രണ്ട്, വിൽ യു മാരി മീ? Hey, will you be my better half till the last breath? Yes, I will. എന്താ പെണ്ണെ ഈ നോക്കുന്നത്? ഏയ് പറ പെണ്ണെ, ഭാഗത്തോരത് സംസാരിച്ച പെണ്ണായിരുന്നു, ഇപ്പൊ ഫുൾ ഓഫ് ആണല്ലോ. അതല്ല നഗു, ഞാനിത് ആദ്യമായിട്ടാണ് കേരളത്തിന് വെളിയിൽ പോകുന്നത്. അല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. വീടിന് വെളിയിൽ ഇറങ്ങുന്നത്. ലൈക്ക് ഓഫീസ് കഴിഞ്ഞാൽ വീട്, വീട് കഴിഞ്ഞ ഓഫീസ്. ഇതായിരുന്നു എൻ്റെ ലോകം. ആഹാ, അതാണ് ഈ മൂകത. അപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? അങ്ങനെയല്ല, എൻ്റെ 12ാം ക്ലാസ് വരെ അങ്ങനെ ആയിരുന്നില്ല ഞാൻ. നഗുവിനറിയോ, എൻ്റെ അച്ഛൻ ഒരു പലചരക്ക് കടക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെയോ മമ്മയുടെയോ പോലെയല്ല. എന്നെ എടുത്തു വളർത്തിയതാണെങ്കിലും സ്നേഹത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് കിട്ടാറുണ്ട്. ആ മനുഷ്യൻ്റെ സ്നേഹം, അത് ഇനി എത്ര പേര് വന്നാലും ആ സ്നേഹത്തിൻ്റെ ചൂട് എനിക്ക് മറ്റാരും നിന്നും കിട്ടില്ല. ഒരുപാട് സ്ഥലത്തൊന്നും എന്നെ കൊണ്ടുപോയിട്ടില്ല, പക്ഷേ കൊണ്ടുപോയ സ്ഥലത്തെല്ലാം നല്ല ഓർമ്മകളുണ്ടായിരുന്നു. ക്യാൻസർ ഫൈനൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞപ്പോൾ അച്ഛനെൻ്റെ കൈ പിടിച്ചൊരു കാര്യം മാത്രം പറഞ്ഞു: ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം, ഒരു ജോലി വാങ്ങണം. അച്ഛനില്ലെങ്കിലും നിൻ്റെ അടുത്ത് വന്ന് മോശം പറയാനോ ചെയ്യാനോ ആർക്കും തോന്നാൻ പാടില്ലാത്തൊരു ജോലി. പിന്നെ അമ്മയെ നോക്കണം.
ഒരു കുറവുമില്ലാതെ. ആൻഡ് യു വോണ്ട് ലവ്? ആ പിന്നല്ലാതെ എന്ത് കുറവാണ് എൻ്റെ പെണ്ണുണ്ടാക്കിയത്. ജോലിയിൽ നല്ല കൃത്യനിഷ്ഠത, അമ്മയെ പൊന്നുപോലെ നോക്കുന്നു, ചെറുതാണേലും ഒരു വീട് സ്വന്തമായി വെച്ചു, അവിടെ കൊട്ടാരത്തേക്കാൾ വൃത്തിയിൽ കൊണ്ടുപോകുന്നു. ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. യു ആർ മൈ ബെസ്റ്റ് ചോയ്സ്. ഐ ലവ് യു. ഐ ലവ് യു മോർ. Kan crab kunsan. 2 പാഡി തായ് ആൻഡ് 2 ടോം യം ഗോങ്. ആമി ഇനി എന്തെങ്കിലും വേണോ? വേണ്ട ദേവേട്ടാ, ഇത് മതി. ഓക്കെ പുലാവ്. ഓക്കെ. ആഹാ, അപ്പൊ ദേവേട്ടന് തായ് ലാംഗ്വേജ് അറിയാമോ? ആ അറിയാം. അതെങ്ങനെ പഠിച്ചു? അതുണ്ടല്ലോ, അമേരിക്കയിൽ എൻ്റെ 2 ഫ്രണ്ട്സ് തായായിരുന്നു. സോ അങ്ങനെ അത്യാവശ്യം സമയത്ത് പറയാൻ പറ്റുന്ന വാക്കുകൾ പഠിച്ചു വെച്ചു. ഓ ഐ സി. പിന്നെ ആമി, ആ അല്ല നിനക്ക് എന്നോട് എപ്പോ മുതലാണ് ഇഷ്ടം തോന്നി തുടങ്ങിയത്? അങ്ങനെ ചോദിച്ചാ ദേവേട്ടൻ ഓർക്കുന്നുണ്ടോ? ദേവേട്ടൻ അമേരിക്കയിൽ നിന്ന് വന്ന ദിവസം ഞാനും ഏട്ടനും കൂടി കൊണ്ടുവരാൻ വന്നത്. ആ ഉണ്ട്. ആ അന്ന് ആരാന്ന് പോലും അറിയാതെ ആ ചെക്കന്മാരിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ലേ, അപ്പോൾ തന്നെ എനിക്ക് സ്പാർക്ക് അടിച്ചു. ഓ ഓ ഓ ഓ ബട്ട് ഒരു തിരുത്തുണ്ട്. എന്ത്? നിന്നെനിക്കറിയായിരുന്നു അതിനു മുന്നേ. എങ്ങനെ? എപ്പോ? എവിടെ വെച്ച്? ഐഷ്, അത് പിന്നെ ഒരിക്കൽ ഓഫീസിലിരിക്കുമ്പോഴേ ഒരു കോള് വന്നു. അത് അപ്പൻ്റെ വക ഇച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞു. ഐ വാസ് സർപ്രൈസ്ഡ്. പറഞ്ഞ ഡേറ്റ് മാറ്റി ജുവാനായിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് കരുതി. പിന്നെയല്ലേ അപ്പൻ മുഴുവൻ കഥ വിശദീകരിച്ചു. അങ്ങനെ കല്യാണ പെണ്ണിനെ കാട്ടുവാൻ അന്നെടുത്ത ഫോട്ടോസ് അപ്പൻ അയച്ചു തന്നു. ആദ്യം എൻ്റെ കണ്ടുപോയത് നിൻ്റെ അടുത്തേക്കാണ്. അന്ന് ഉറപ്പിച്ചു അവൾ എൻ്റെ പെണ്ണാണെന്ന്. അമേരിക്കയിൽ നിന്നും തിരിച്ചു വന്ന് ആദ്യം കണ്ട് സംസാരിച്ച് നിന്നെ സെറ്റാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ബട്ട് എൻ്റെ എല്ലാ പ്ലാനും മാറി മറിഞ്ഞു. നീ ആദ്യയുടെ പെങ്ങളായി വന്നു. അപ്പോൾ ഒന്നും വേണ്ട, നീ എനിക്ക് പെങ്ങൾ മാത്രമാണെന്ന് ഉറപ്പിച്ച് നിൽക്കുമ്പോൾ യു കൺഫസ്ഡ് ദാറ്റ് യു ലവ് മീ. ഓ, അപ്പോൾ ദേവേട്ടനാണ് ഫസ്റ്റ് വീണത് അല്ലേ? യെസ്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് സുന്ദരിയാണെന്ന്. അങ്ങനെയാണ് ഞാനും കരുതിയത്. പിന്നെ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായത് അത് കല്യാണത്തിൻ്റെ മേക്കപ്പ് മാത്രം. സമ്മതിച്ച് തരരുത് കേട്ടോ. ഒരിക്കലും ഇല്ല. ഞാൻ പോവാ. അപ്പോൾ ഇത് ഞാൻ കഴിക്കും. ഓ, ഇങ്ങോട്ട് താ. അല്ലാതെ പെണ്ണെ, എഴുന്നേൽക്കാൻ പ്ലാൻ ഒന്നുമില്ലേ? ഇങ്ങനെ കിടന്നുറങ്ങിയാൽ എൻ്റെ കൊച്ചു പുറത്തു വരുമ്പോൾ ഈ ഉറക്കം തന്നെയാകും. എഴുന്നേൽക്ക് എഴുന്നേൽക്ക് വേഗം. ചേട്ടാ, ഒരു 5 മിനിറ്റ് കൂടെ. അതൊന്നും പറ്റൂല, എഴുന്നേൽക്ക്. എഴുന്നേറ്റ്. എന്താ നോക്കുന്നേ? വെയിറ്റ്. ഡാ, നിന്റെ അമ്മ പറഞ്ഞു നീ ബോയാണെന്ന്. അതുകൊണ്ട് കുറച്ച് കാര്യം അപ്പനിപ്പോൾ തന്നെ പറയുക. എനിക്കറിയാം നീ വന്നു കഴിഞ്ഞാൽ 24/7 നീ നിൻ്റെ അമ്മയുടെ കൂടെയായിരിക്കും. ബട്ട് ലെറ്റ്സ് മേക്ക് എ ഡീൽ. 50-50. ഹാഫ് ടൈം നീ എടുത്തു, ഹാഫ് ടൈം ഞാൻ എടുക്കാം. കാരണേ എനിക്ക് എൻ്റെ ഭാര്യ ഇല്ലാണ്ട് പറ്റില്ല. ഓക്കെ, ഷീസ് മൈൻഡ് ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നീ എടുത്തോ. എൻ്റെ കൃഷ്ണ, ഇപ്പോൾ തന്നെ നല്ല ജലസാണല്ലോ കെട്ടിയോനെ. പിന്നെ ഉണ്ടാവാണ്ടിരിക്കോ? ഫസ്റ്റ് ടൈം നിന്നെ ഞാനൊരു ബോയ്ക്ക് ഷെയർ ചെയ്യാൻ പോവല്ലേ. ഈശ്വര, ഇങ്ങനൊരു ജെല്ലി ബേബി. അതേ. ഓ, ഐ ലവ് യു. ഐ ലവ് യു മൈൻ. ഒരാഴ്ച എത്ര പെട്ടെന്നാണല്ലേ കിടന്നു പോയത്. അതെ, അപ്പം ഇനി എല്ലാവർക്കും നകുലിൻ്റെയും ചിന്നുവിൻ്റെയും എൻഗേജ്മെൻറ്റ് കാണാം. അതെ, അപ്പം എല്ലാവർക്കും ബൈ. ഹേതാലോലം തുമ്പിപ്പെണ്ണാടേ, ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? ഹേതാലോലം തുമ്പിപ്പെണ്ണാടേ, ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? കാതോരം കന്നിക്കുറുമ്പേ, പൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? കണ്ണാടി കണ്ണിൽ ഒരു മിന്നാ
അങ്ങനെ എൻഗേജ്മെന്റ് പൊളിയാക്കി എല്ലാവരും കൂടി. എന്നാ പിന്നെ പിരിയല്ലേ? ആ പോവാം. വിറ്റേ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ നിന്ന് മാമന്മാരൊക്കെ എൻ്റെ വണ്ടി കയറി. സോ അച്ഛന്മാരൊന്നും കയറ്റാൻ സ്ഥലമില്ല. നീ അച്ഛനും അമ്മേനൊക്കെ കൊണ്ടുപോവോ? 4 പേരുണ്ട്. പിന്നെ ആദ്യം നീയും വണ്ടിയിൽ കൊള്ളുമല്ലോ. ആ ഏട്ടാ, ഞാൻ കൊണ്ടുപോയിക്കോണ്ട്. അപ്പൊ ശരിടാ, ഞാൻ അവരെ കൊണ്ടോട്ടെ കേട്ടോ. ആ ഏട്ടാ. വിച്ചേ ഞങ്ങളുണ്ടെന്നും പറഞ്ഞ് നീ വണ്ടി സ്പീഡിലൊന്നും എടുക്കണം കേട്ടോ. കുട്ടി ഗർഭിണിയാണ്. ആച്ചാ അറിയാം, പതുക്കെ പോകുന്നുള്ളൂ. നിങ്ങൾ ഉറങ്ങിക്കോ. ആ എന്തായാലും ക്ഷീണിച്ചിരിക്കാം, ഞാൻ കിടന്നുറങ്ങട്ടെ കേട്ടോ. ഉറങ്ങ്. ആദി റെസ്റ്റ് ചെയ്തോ. ആ വിച്ചു ചേട്ടാ. ബോസ്, ഞാൻ ഫാമിലി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫിനിഷ് ദം.